ഹൈന്ദവ പുരാണങ്ങളിൽ ത്രിമൂർത്തികളിൽ ഒരാളായ ശിവന്റെ ആദ്യ ഭാര്യയാണ് സതി. എങ്ങനെയാണ് സതി ജനിച്ചത്? ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനും സ്വയം ഭുവനുമാരുടെ മകളുമായ പ്രസൂതിയുമാണ് മാതാപിതാക്കൾ. ദാക്ഷായണി, ഗൗരി, അപർണ എന്നും പേരുകളുണ്ട്. ലോകാംബികയായ ആദി പരാശക്തിയാണ് ദക്ഷപുത്രീഭാവത്തിൽ സതിയായി അവതരിച്ചത്. ദക്ഷനും ഭാര്യയായ പ്രസൂതിക്കും ജനിച്ച ഒരു പുത്രിയായിരുന്നില്ല സതി. ഒരിക്കൽ ദക്ഷൻ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ താമരയിൽ കൗതുകമുള്ള പെൺ പൈതൽ ശയിക്കുന്നത് കാണുന്നു. അത്യാനന്ദപൂർവം അതിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുചെന്നു പ്രേയസിയായ പ്രസൂതിയെ ഏൽപ്പിക്കുകയും അവരുടെ മകളായി വളർത്തി സതി എന്ന് നാമകരണം നടത്തുകയും ചെയ്തു. ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെന്ന് ബ്രഹ്മാവ് കളവ് പറഞ്ഞതിനാൽ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ തലകളിലൊന്ന് വെട്ടിമാറ്റുന്നു. അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷന് ശിവനിൽ വൈരാഗ്യം ജനിക്കുന്നു. കന്യകയായ സതീദേവിക്ക് ശിവനിൽ പ്രണയമുണ്ടാവുകയും ഭഗവാനെ വരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ക്രുദ്ധനായ ദക്ഷൻ ശിവനെ അപമാനിക്കാൻ വേണ്ടി കാലാന്തരത്തിൽ ഒരു യാഗം നടത്തുന്നു. സതിയും ശിവനും ഒഴികെയുള്ള ദേവകളെ ഒക്കെ ക്ഷണിക്കപ്പെടുന്നു. പിതാവ് നടത്തുന്ന യാഗത്തിൽ തനിക്കും പങ്കെടുക്കണമെന്ന് സതി അഭ്യർത്ഥിക്കുമ്പോൾ ശിവന് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വിഷമാവസ്ഥയിലായ സതീദേവി താൻ പോകുമെന്ന വാശിയിൽ ഉറച്ചുനിന്നു. യജ്ഞത്തിൽ അപമാനിതനാകേണ്ടി വരുമെന്ന് ഭഗവാൻ ഉപദേശിച്ചെങ്കിലും മനസ്സിൻ്റെ ചാഞ്ചല്യം കാരണം സതീദേവി യജ്ഞത്തിന് പോകുന്നു. യാഗഭൂമിയിൽ ചെന്ന സതിയെ ദക്ഷൻ ശരിയായ രീതിയിൽ സ്വീകരിച്ചില്ല. ശിവനെക്കുറിച്ച് യാഗത്തിനെത്തിയ എല്ലാവരുടെയും മുൻപിൽ ദോഷിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ശിവനെ ദക്ഷൻ അപമാനിക്കാനുള്ള കാരണം എന്നതിനാൽ സതി തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് സൃഷ്ടിച്ച അഗ്നിയിൽ തൻ്റെ ദാക്ഷായണി ഭാവത്തിൽ നിന്ന് ദേഹത്യാഗം ചെയ്യുന്നു. ഇതറിഞ്ഞ് കോപാകുലനായ മഹാദേവൻ തൻ്റെ ജട പറിച്ചെറിയുന്നു. ജടയിൽ നിന്ന് ഭയങ്കരനായ വീരഭദ്രൻ അവതരിക്കുന്നു. ദക്ഷകനെ വധിക്കുവാനും യാഗസ്ഥലം നശിപ്പിക്കുവാനും ഭഗവാൻ വീരഭദ്രനോട് കൽപ്പിക്കുന്നു. തൻ്റെ സ്വാമിയുടെ ആജ്ഞാപ്രകാരം മറ്റു ഭൂതഗണങ്ങളോട് ഒപ്പം യാഗഭൂമി തകർത്ത് തരിപ്പണമാക്കുകയും ദക്ഷകനെ തലയറുത്ത് ഹോമകുണ്ഡത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ എത്തിയ മഹാദേവൻ ദക്ഷപത്നി പ്രസൂതിയുടെ അപേക്ഷ പ്രകാരം ദക്ഷകനെ പുനർജീവിപ്പിക്കുന്നു. തുടർന്ന് സതിയുടെ മൃതദേഹമെടുത്ത് മറയുന്നു. പത്നി വിയോഗത്താൽ ദുഃഖത്തിൽ ആണ്ടുപോയ മഹാദേവൻ മൃതശരീരവുമായി ഭൂമിയിൽ അലയുന്നു. ഈ അവസ്ഥ ഭൂമിക്ക് മംഗളം അല്ലാത്തതിനാൽ ആദിശക്തി മഹാവിഷ്ണുവിനോട് സതീദേവിയുടെ മൃതശരീരം ഖണ്ഡിക്കാൻ പറയുകയും സുദർശന ചക്രം വെച്ച് വിഷ്ണു അത് നടത്തുകയും ചെയ്യുന്നു. അവ 51 കഷ്ണങ്ങൾ ആയി ഭൂമിയിൽ പതിച്ച് ശക്തിപീഠങ്ങൾ ആയി മാറുന്നു. ദുഃഖിതനായ മഹാദേവൻ ഭയങ്കരമായ ഒരു തപസ്സിലേക്ക് പോകുന്നു. പരംപുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംഘത്തിനായി ആദിപരാശക്തി ഹിമവാന്റെയും മേനാവതിയുടെയും മകളായി പാർവതി എന്ന പേരിൽ പുനർജനിക്കുകയും ശിവനുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു.